വിശാലമായ മഹാപ്രപഞ്ചത്തിൽ കോടാനുകോടി നക്ഷത്രങ്ങൾക്കിടയിൽ ഒരു രത്നമായി തിളങ്ങി നിൽക്കുന്ന നമ്മുടെ സൗരയൂഥം നമുക്ക് വേണ്ടി ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ രഹസ്യങ്ങൾ കണ്ടെത്താനുള്ള മനുഷ്യരാശിയുടെ അന്വേഷണങ്ങളിലൂടെ നമ്മുടെ സോളാർ സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയായിരുന്നു. നമ്മുടെ ഏറ്റവും സമീപത്തുള്ള വീനസിന്റെയും മാർസിന്റെയും അന്തരീക്ഷം എങ്ങനെയാണെന്ന് പോലും പണ്ട് നമുക്കറിയാമായിരുന്നില്ല. എന്നാൽ സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളുടെയും അന്തരീക്ഷം എങ്ങനെയാണെന്നും ഉപരിതലം എങ്ങനെയാണെന്നും ആന്തരിക ഘടന എങ്ങനെയാണെന്ന് പോലും ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ടെക്നോളജികൾ അത്രയേറെ പുരോഗതി പ്രാപിച്ചു കഴിഞ്ഞു. അങ്ങനെയാണ് വജ്രമഴ പെയ്യുന്ന ഗ്രഹങ്ങൾ, ആസിഡ് കൊണ്ട് നിറഞ്ഞ ഗ്രഹങ്ങൾ, നരകതുല്യമായ ഗ്രഹങ്ങൾ, അങ്ങനെ പല തരത്തിലുമുള്ള അത്ഭുത ലോകങ്ങളും നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ സൗരയൂഥത്തിലെ ഓരോ ഗ്രഹങ്ങളുടെയും ആന്തരിക ഘടനകൾ എങ്ങനെയാണെന്നും അവയുടെ ഉള്ളിൽ എന്തൊക്കെ അത്ഭുതങ്ങളാണ് മറഞ്ഞിരിക്കുന്നതെന്നും നമുക്ക് നോക്കാം. ഭൂമി കഴിഞ്ഞാൽ സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹമാണ് മെർക്കുറി. മെർക്കുറിക്ക് 3 ലെയേഴ്സ് ഉണ്ട്: കോർ, മാന്റിൽ, ക്രസ്റ്റ്. മെർക്കുറിയുടെ കോർ, അതായത് മധ്യഭാഗം, അയണും നിക്കലും കൊണ്ട് ഖരരൂപത്തിലാണ് നിർമ്മിതമായിരിക്കുന്നത്. മെർക്കുറിയുടെ ആകെ വ്യാസം എന്നത് ഏകദേശം 4900 കിലോമീറ്റേഴ്സ് ആണ്. എന്നാൽ കോറിന് മാത്രം 4000 കിലോമീറ്റേഴ്സിൽ കൂടുതൽ വ്യാസമുണ്ട്. എന്നുവെച്ചാൽ മെർക്കുറിയുടെ മുഴുവൻ വലിപ്പത്തിൽ ഏകദേശം 85% അതിന്റെ കോർ മാത്രമാണ്. ഗ്രഹത്തിന്റെ വലിപ്പത്തിന് ആനുപാതികമായി നോക്കുമ്പോൾ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ കോർ ഉള്ളത് മെർക്കുറിക്കാണ്. ഏകദേശം ഭൂമിയുടെ കോറിന് സമാനമായ വലിപ്പമാണ് മെർക്കുറിയുടെ കോറിനും. പക്ഷേ ഇത്രയും വലിയ കോറൊക്കെ ഉണ്ടെങ്കിലും ഭൂമിയുടെ കാന്തിക വലയത്തിനേക്കാൾ തീരെ ദുർബലമാണ് മെർക്കുറിയുടെ മാഗ്നറ്റിക് ഫീൽഡ്. ദുർബലമെന്ന് വെച്ചാൽ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ 1% ശക്തി പോലും മെർക്കുറിയുടെ മാഗ്നറ്റിക് ഫീൽഡിനില്ല. കോറിന് പുറത്താണ് മാന്റിൽ. അതിന് വെറും 400 കിലോമീറ്റേഴ്സ് കട്ടി മാത്രമേയുള്ളൂ. മാന്റിലിന് പുറത്ത് ഏറ്റവും മുകളിലുള്ള പാളിയാണ് ക്രസ്റ്റ്. മെർക്കുറിയുടെ ക്രസ്റ്റിന് വെറും 35 കിലോമീറ്റേഴ്സ് കനം മാത്രമേയുള്ളൂ. മാന്റിലും ക്രസ്റ്റും സിലിക്കേറ്റ് പദാർത്ഥങ്ങൾ കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്. സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ റോക്കി പ്ലാനറ്റായ വീനസിനും 3 ലെയേഴ്സ് ഉണ്ട്. ലോഹപദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിതമായ കോർ ഉരുകിയ അവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. കോറിന് ഏകദേശം 3500 കിലോമീറ്റേഴ്സ് ആണ് വ്യാസം. ഈ കോറിന്റെ 80% ഇരുമ്പാണ്. വീനസിന്റെ മുഴുവൻ മാസിൽ 70% കൂടുതൽ മാസം അതിന്റെ കോറിന് മാത്രമാണ്. കോറിന് മുകളിലെ മാന്റിലിന് 2840 കിലോമീറ്റേഴ്സിന്റെ കട്ടിയുണ്ട്. എന്നാൽ ക്രസ്റ്റിനാണെങ്കിൽ വെറും 70 കിലോമീറ്റേഴ്സ് ആണ് കട്ടി. സൗരയൂഥത്തിലെ 4 ടെറസ്ട്രിയൽ ഗ്രഹങ്ങളിൽ ഭൂമിയിലല്ലാതെ ഭൂശാസ്ത്രപരമായ പ്രക്രിയകൾ സജീവമായി നടക്കുന്ന ഒരേയൊരു ഗ്രഹം വീനസ് മാത്രമാണ്. അതായത് അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾ പോലത്തെ പ്രക്രിയകൾ. പല നൂറ്റാണ്ടുകളായിട്ട് ഭൂമിയുടെ ഉൾഭാഗത്തിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണ ഇന്ന് നമുക്കുണ്ട്. സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ ടെറസ്ട്രിയൽ ഗ്രഹമായ ഭൂമിക്ക് പ്രധാനമായും 4 പാളികളുണ്ട്: ഇന്നർ കോർ, ഔട്ടർ കോർ, മാന്റിൽ, ക്രസ്റ്റ്. ഇതിൽ ഓരോ ലെയറിനെയും വീണ്ടും ഉപവിഭാഗങ്ങളായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഭൂമിയുടെ മുഴുവൻ മാസിന്റെ വെറും 2.5% മാത്രമാണ് അതിന്റെ ഇന്നർ കോർ. ഇന്നർ കോറിന് മാത്രം 2442 കിലോമീറ്റേഴ്സ് വ്യാസമുണ്ട്. അതായത് നമ്മുടെ ചന്ദ്രന്റെ 70% വലിപ്പം. അതിന് പുറത്തുള്ള പാളിയായ ഔട്ടർ കോറിന് 2300 കിലോമീറ്റേഴ്സ് കട്ടിയുണ്ട്. ഭൂമിയുടെ മുഴുവൻ മാസിൽ 30% കൂടുതലും ഈ ഔട്ടർ കോറിന് മാത്രമാണ്. കോറിന്റെ 85% ഇരുമ്പാണ്. 10% കൂടുതൽ നിക്കലും. 5200 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് കോറിന്റെ താപനില. അതായത് ഏകദേശം സൂര്യന്റെ ഉപരിതലത്തിന്റെ അത്ര താപനില. കോറിന് പുറത്തുള്ള മാന്റിൽ പാളിക്ക് ഏകദേശം 2900 കിലോമീറ്റേഴ്സ് കട്ടിയുണ്ട്. ഭൂമിയുടെ വ്യാപ്തിയിൽ 84% ഈ മാന്റിൽ പാളിയാണ്. അവസാനത്തെ പാളിയായ ക്രസ്റ്റിന് വെറും 70 കിലോമീറ്റേഴ്സ് കനം മാത്രമേയുള്ളൂ. ചിലയിടങ്ങളിൽ 30 കിലോമീറ്റേഴ്സ് ആയിരിക്കും. ഇത് കരയിലെ കാര്യമാണ്. സമുദ്രത്തിന്റെ അടിത്തട്ടിലാണെങ്കിൽ വെറും 5 മുതൽ 12 കിലോമീറ്റേഴ്സ് വരെ മാത്രമേ ഉണ്ടായിരിക്കൂ. സമുദ്രത്തിലെ ക്രസ്റ്റിന്റെ കട്ടി തീരെ കുറവായതുകൊണ്ട് തന്നെ മാന്റിൽ ഭാഗത്തിലുള്ള തിളച്ചുമറിയുന്ന മാഗ്മ ഈ കട്ടി കുറഞ്ഞ സ്ഥലങ്ങളിലൂടെ എളുപ്പത്തിൽ പുറത്തുവരും.
മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾ എളുപ്പത്തിൽ സംഭവിക്കും. അതുകൊണ്ടാണ് ഭൂമിയിലെ 80% കൂടുതൽ വോൾക്കേനോകളും ആഴക്കടലിലായിരിക്കുന്നത്. ഏറ്റവും അവസാനത്തെ ടെറസ്ട്രിയൽ ഗ്രഹമായ മാർസിന്റെ ആന്തരിക ഘടനയ്ക്ക് 3 പാളികളുണ്ട്: കോർ, മാന്റിൽ, ക്രസ്റ്റ്. ഭൂമിയുടെ പാളികളെ പോലെ ഈ 3 പാളികളെയും പല പല ഉപവിഭാഗങ്ങളായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. പുരാതന കാലം മുതൽ തന്നെ മാർസിനെയും നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് മാർസിനെ കുറിച്ചും ഇന്ന് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. മാർസിന്റെ മുഴുവൻ വ്യാസത്തിന്റെ പകുതിയിൽ കൂടുതൽ വ്യാസമുണ്ട് അതിന്റെ കോർ ഭാഗത്തിന്. ഏകദേശം 6800 കിലോമീറ്റേഴ്സ് ആണ് മാർസിന്റെ വ്യാസം. മാർസിന്റെ കോറിനാണെങ്കിൽ 3700 കിലോമീറ്റേഴ്സോളം വ്യാസമുണ്ട്. എങ്കിലും മാർസിന്റെ മുഴുവൻ മാസിൽ ഏകദേശം 24% മാത്രമാണ് കോറിന്റെ മാസ്. മറ്റ് ഗ്രഹങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് തീരെ മാസ് കുറഞ്ഞ കോറാണ്. മാർസിന്റെ കോറ് ഖരരൂപത്തിലായിരിക്കുന്നതിന് പകരം ദ്രാവക രൂപത്തിലായിരിക്കുമെന്നാണ് നിഗമനം. അതുകൊണ്ടാണ് ഇതിന് മാസ് തീരെ കുറവായിരിക്കുന്നത്. അടുത്തത് മാന്റിൽ പാളിയാണ്. അതിന് ഏകദേശം 1500 കിലോമീറ്റേഴ്സ് കട്ടിയുണ്ട്. ഏറ്റവും മുകളിലത്തെ ലെയറായ ക്രസ്റ്റിന് ഭൂമിയുടെ ക്രസ്റ്റിനേക്കാൾ കനം കുറവാണ്. ശരാശരി 50 കിലോമീറ്റേഴ്സാണ് ക്രസ്റ്റിന്റെ ആഴം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ ജൂപ്പിറ്റർ ശരിക്കും ഒരു പ്രൗഢഗംഭീരമായ ഗ്രഹമാണ്. സൂര്യന്റെ 10% വ്യാസമുള്ള ജൂപ്പിറ്ററിന്റെ വ്യാപ്തിയിൽ ഭൂമിയെ പോലത്തെ 1300 ഗ്രഹങ്ങളെ ഉൾക്കൊള്ളാനാകും. പക്ഷേ ഇതൊരു വാതക ഭീമൻ ഗ്രഹമായതിനാൽ ഇതിന് വലിപ്പത്തിനനുസരിച്ചുള്ള മാസ് ഇല്ല. എന്നുവെച്ച് മാസ് തീരെ കുറവുമല്ല. 1300 ഭൂമികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ജൂപ്പിറ്ററിന് ഭൂമിയുടെ 318 മടങ്ങ് മാസ് ഉണ്ട്. ജൂപ്പിറ്റർ ഏകദേശം പൂർണ്ണമായും ഹൈഡ്രജനും ഹീലിയവും കൊണ്ട് നിർമ്മിതമായ ഒരു ഗ്രഹമാണ്. ജൂപ്പിറ്ററിന്റെ മുഴുവൻ മാസിൽ ഏകദേശം 76% ഹൈഡ്രജനും 24% ഹീലിയവുമാണ്. ടെറസ്ട്രിയൽ പ്ലാനറ്റുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ജൂപ്പിറ്ററിന് 2 പാളികളെയുള്ളൂ: ഗ്യാസ് ലെയറും കോറും. എന്നാൽ സമ്മർദ്ദത്തിന്റെയും താപനിലയുടെയും സാന്ദ്രതയുടെയും അടിസ്ഥാനത്തിൽ ജൂപ്പിറ്ററിന്റെ ആന്തരിക ഘടനയെ പ്രധാനമായും പാളികളായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിൽ ഔട്ടർ അറ്റ്മോസ്ഫിയർ. ഏകദേശം 50 കിലോമീറ്റേഴ്സാണ് ഈ പാളിയുടെ ആഴം. അമോണിയയുടെയും ജലകണികകളുടെയും കട്ടി കൂടിയ മേഘപടലങ്ങളാണ് ഈ ലെയറിലുള്ളത്. ജൂപ്പിറ്ററിന്റെ പുറത്ത് കാണുന്ന വരകൾ ഈ ലെയർ കാരണമാണ് ഉണ്ടാകുന്നത്. അതിനു താഴെ 100 കണക്കിന് കിലോമീറ്ററുകളോളം ആഴത്തിലെത്തുമ്പോൾ രണ്ടാമത്തെ ലെയറായ ഇന്നർ അറ്റ്മോസ്ഫിയർ ആകും. ഇന്നർ അറ്റ്മോസ്ഫിയറിൽ പല തരത്തിലുമുള്ള വാതകങ്ങളും ഉണ്ടായിരിക്കും. ജൂപ്പിറ്ററിന്റെ വെതർ പാറ്റേൺസ് ഒക്കെ ഉണ്ടാകുന്നത് ഈ ലെയറിലാണ്. ഉദാഹരണത്തിന് ദി ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്ന ചുഴലിക്കാറ്റ്. ഈ ലെയറിന് ഏകദേശം 1000 കിലോമീറ്റേഴ്സ് ആഴമുണ്ട്. അതിന്റെ താഴെയാണ് മൂന്നാമത്തെ ലെയറായ ഹൈഡ്രജൻ ഹീലിയം ലെയർ. ഇതിന് ഏകദേശം 10000 കിലോമീറ്റേഴ്സ് ആഴമുണ്ടെന്നാണ് നിഗമനം. ആഴങ്ങളിലോട്ട് പോകുന്നതിനനുസരിച്ച് ഇവിടുത്തെ സമ്മർദ്ദവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതിനാൽ ഈ ലെയറിന്റെ ഏറ്റവും മുകളിലുള്ള വാതകങ്ങൾ വാതക രൂപത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നതെങ്കിലും ആഴങ്ങളിലേക്ക് പോകുന്നതിനനുസരിച്ച് അത് ദ്രാവക രൂപത്തിലോട്ടായി മാറിക്കൊണ്ടിരിക്കും. ഈ ലെയറിന്റെ ഏറ്റവും അടിത്തട്ടിലെത്തുമ്പോൾ മുഴുവൻ ലിക്വിഡ് ഹൈഡ്രജൻ കൊണ്ട് നിറഞ്ഞ വലിയൊരു സമുദ്രമുണ്ടായിരിക്കും. ഇതിനു താഴെ ജൂപ്പിറ്ററിന്റെ അന്തരീക്ഷത്തിൽ നിന്നും 10000 കിലോമീറ്റേഴ്സ് മുതൽ 20000 കിലോമീറ്റേഴ്സ് വരെയുള്ള ആഴത്തിനിടയിലാണ് നാലാമത്തെ പാളി തുടങ്ങുന്നത്, അതായത് മെറ്റാലിക് ഹൈഡ്രജൻ ലെയർ. ഇതും ദ്രാവക രൂപത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ അനുഭവപ്പെടുന്നതിന്റെ 5 കോടി മടങ്ങ് സമ്മർദ്ദമായിരിക്കും ഈ ലെയറിൽ അനുഭവപ്പെടുന്നത്. ഇത്രയും കഠിനമായ സമ്മർദ്ദത്തിൽ ഹൈഡ്രജൻ കണികകളിലുള്ള ഇലക്ട്രോൺസ് വേർപെട്ടു പോകും. അങ്ങനെയാണ് ഇത് മെറ്റാലിക് അവസ്ഥയിലാകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മെറ്റാലിക് ഹൈഡ്രജൻ ലെയർ എന്ന് വിളിക്കുന്നത്. ഈ ലെയർ ആയിരിക്കും ജൂപ്പിറ്ററിന്റെ അതിശക്തമായ മാഗ്നറ്റിക് ഫീൽഡിന് കാരണമാകുന്നതെന്നാണ് കരുതുന്നത്. ഈ ലെയർ മുഴുവൻ ദ്രാവക രൂപത്തിലായതിനാൽ തന്നെ ഇത് വളരെ വലിയൊരു സമുദ്രമാണ്. വലുതെന്ന് വെച്ചാൽ നമ്മുടെ സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും വലിയ സമുദ്രം ഇതാണ്. ഏകദേശം 20000 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും ഇവിടുത്തെ താപനില. ഇതിനുശേഷം ജൂപ്പിറ്ററിന്റെ കോർ ഭാഗമാണ്. അന്തരീക്ഷത്തിൽ നിന്നും ഏകദേശം 40000 കിലോമീറ്റേഴ്സ് മുതൽ 50000 കിലോമീറ്റേഴ്സ് വരെയുള്ള ആഴത്തിനിടയിലാണ് ജൂപ്പിറ്ററിന്റെ കോർ ഭാഗം തുടങ്ങുന്നത്. ഇത് സിലിക്കേറ്റ് കൊണ്ട് നിർമ്മിതമായ ഖരരൂപത്തിലുള്ള കോറാണ്. ഏകദേശം 20000 മുതൽ 30000 കിലോമീറ്റേഴ്സ് വരെയാണ് ഇതിന്റെ വ്യാസം. ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ 10 കോടി മടങ്ങ് സമ്മർദ്ദമാണ് ഈ കോറിൽ അനുഭവപ്പെടുന്നത്.
കോറിന് മാത്രം ഭൂമിയുടെ 15 മുതൽ 45 മടങ്ങ് വരെ മാസ് ഉണ്ടായിരിക്കും. 25,000 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും ഇവിടുത്തെ താപനില. അതായത് സൂര്യന്റെ ഉപരിതല താപനിലയുടെ 5 മടങ്ങോളം താപനില. ഇത്രയും വൻതോതിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് സൂര്യനിൽ നിന്നും ജൂപ്പിറ്ററിൽ വന്ന് പതിക്കുന്നതിനേക്കാൾ ഒരുപാട് കൂടുതൽ ഊർജം ജൂപ്പിറ്ററിൽ നിന്നും പുറത്തോട്ട് വമിക്കുന്നുണ്ട്. ഇതിലെ ഓരോ ലെയറിനും കൃത്യമായ അതിരുകളൊന്നുമില്ല. ആഴങ്ങളിലോട്ട് പോകുന്നതിനനുസരിച്ച് വളരെ പതിയെ വാതകം ദ്രാവക രൂപത്തിലായി മാറും. വീണ്ടും പതിയെ പതിയെ ദ്രാവകം ഖരരൂപത്തിലായി മാറും. അതിമനോഹരമായ വളയങ്ങളുടെ ലോകമായ സാറ്റേണിന്റെ ആന്തരിക ഘടനയും ഏകദേശം ജൂപ്പിറ്ററിന് സമാനമാണ്. ഇതിനും ജൂപ്പിറ്ററിനെ പോലെ 5 പാളികളുണ്ട്. ഏറ്റവും അടിയിൽ കോർ ഭാഗം. ഇതിലടങ്ങിയിരിക്കുന്നത് എന്ത് പദാർത്ഥങ്ങളാണെന്ന് കൃത്യമായിട്ടറിയില്ല. പക്ഷേ ലോഹ പദാർത്ഥങ്ങളായിരിക്കുമെന്നാണ് കരുതുന്നത്. ഇതിന് ഭൂമിയുടെ 10 മുതൽ 20 മടങ്ങ് വരെ മാസ് ഉണ്ടായിരിക്കും. ഈ ലെയറിന് കുറഞ്ഞത് 10,000 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും താപനിലയും ഉണ്ടായിരിക്കും. ഇതിന് മുകളിൽ മെറ്റാലിക് ഹൈഡ്രജൻ ലെയർ. ജൂപ്പിറ്ററിലെ പോലെ ഇത് തന്നെയാണ് സാറ്റേണിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെ കാരണം. ഇതിന് മുകളിൽ ഹൈഡ്രജൻ ഹീലിയം ലെയർ. അതിനു മുകളിൽ ഇന്നർ അറ്റ്മോസ്ഫിയർ. ഏറ്റവും മുകളിൽ ഔട്ടർ അറ്റ്മോസ്ഫിയർ. ജൂപ്പിറ്ററിനെ അപേക്ഷിച്ച് സാറ്റേണിന്റെ അന്തരീക്ഷത്തിൽ കൂടുതൽ അമോണിയയും മീഥെയ്നുമൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ നിറം ജൂപ്പിറ്ററിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നത്. ഉരുളുന്ന ഗ്രഹമായ യുറാനസിന് പ്രധാനമായും 4 പാളികളുണ്ട്. ഏറ്റവും അടിയിൽ ഖരരൂപത്തിലുള്ള കോർ ഭാഗം. ഇത് സിലിക്കേറ്റ് പാറകൾ കൊണ്ട് നിർമ്മിതമായതാണ്. വാതക ഭീമൻ ഗ്രഹങ്ങളുടെ കോറിനെ അപേക്ഷിച്ച് യുറാനസിന്റെ കോറ് ചെറുതാണ്. ഭൂമിയുടെ പകുതിയോളം മാസം ഭൂമിയേക്കാൾ കുറച്ച് വലിപ്പം കുറഞ്ഞതുമാണ് യുറാനസിന്റെ കോർ. അതുപോലെ താപനിലയും ഭൂമിയുടെ കോറിനേക്കാൾ കുറവാണ് യുറാനസിന്റെ കോറിന്. ഈ കോറിന് ചുറ്റും ഐസിന്റെ ചെറിയൊരു ഷെല്ലുണ്ടായിരിക്കും. അതിനു മുകളിൽ ഐസി മാൻഡിൽ പാളിയുണ്ട്. ഈ പാളി മുഴുവൻ ജലത്തിന്റെയും അമോണിയയുടെയും മീഥേനിന്റെയും ഐസ് കൊണ്ട് നിറഞ്ഞതാണ്. യുറാനസിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് ഈ മാൻഡിൽ ലെയർ. അതിനു മുകളിൽ ഹൈഡ്രജൻ ഹീലിയം ലെയർ ഉണ്ട്. പേര് പോലെ തന്നെ ഹൈഡ്രജനും ഹീലിയവുമാണ് ഈ ലെയറിൽ കൂടുതലുമുള്ളത്. ഏറ്റവും മുകളിലായി അറ്റ്മോസ്ഫിയർ. പല തരത്തിലുമുള്ള വാതകങ്ങളുടെയും വലിയൊരു മിശ്രിതമാണ് ഈ അന്തരീക്ഷം. ജലകണികകൾ, മീഥെയ്ൻ, ഹൈഡ്രജൻ, ഹീലിയം, അമോണിയ, അങ്ങനെ പല വാതകങ്ങളുമുണ്ട്. അതിലേറ്റവും കൂടുതൽ ഹൈഡ്രജനും ഹീലിയവുമാണ്. പക്ഷേ യുറാനസിന്റെ മൊത്തം മാസിൽ വെറും 20% മാത്രമാണ് ഹൈഡ്രജനും ഹീലിയവും. ബാക്കി 80% മാസും ജലത്തിന്റെയും അമോണിയയുടെയും മീഥെയ്നിന്റെയും ഐസ് പദാർത്ഥങ്ങൾക്കാണ്. അതായത് മാൻഡിൽ ഭാഗത്തിന് മാത്രം. സൗരയൂഥത്തിലെ ഏറ്റവും അവസാനത്തെ ഗ്രഹമായ നെപ്റ്റ്യൂണിന്റെ ആന്തരിക ഘടനയും ഏകദേശം യുറാനസിന് സമാനമാണെന്ന് മാത്രമല്ല, ഏകദേശം അതേ അവസ്ഥകളാണ് നെപ്റ്റ്യൂണിലുമുള്ളത്. പക്ഷേ യുറാനസിന്റെ കോറിനേക്കാൾ വളരെ വലുതാണ് നെപ്റ്റ്യൂണിന്റെ കോർ. ഇതിന് ഭൂമിയുടെ ഇരട്ടിയോളം വലിപ്പവുമുണ്ട്. ഭൂമിയേക്കാൾ 20% കൂടുതൽ മാസുമുണ്ട്. ഇതിന് മുകളിൽ ഐസി മാൻഡിൽ. യുറാനസിലെ പോലെ നെപ്റ്റ്യൂണിന്റെ മാൻഡിലും വാട്ടർ, മീഥേൻ, അമോണിയ എന്നീ പദാർത്ഥങ്ങളുടെ ഐസാണ്. ഐസ് എന്ന് പറയുമ്പോഴും അത് ഭൂമിയിൽ കാണുന്നത് പോലത്തെ ഐസ് ആണെന്ന് കരുതരുത്. ഇത് എക്സോട്ടിക് ഐസ് ആണ്. ആയിരക്കണക്കിന് ഡിഗ്രി സെൽഷ്യസ് താപനിലയും ഭൂമിയുടെ അന്തരീക്ഷ സമ്മർദ്ദത്തിന്റെ പല ദശലക്ഷക്കണക്കിന് മടങ്ങ് സമ്മർദ്ദവുമുള്ള സ്ഥലങ്ങളിലാണ് എക്സോട്ടിക് ഐസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഐസിൽ തൊട്ടാൽ തണുക്കുന്നതിന് പകരം കൈ ഉരുകി പോവുകയായിരിക്കും ചെയ്യുന്നത്. മുൻപ് പറഞ്ഞ യുറാനസിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. ഇതിന് മുകളിൽ ഹൈഡ്രജൻ ഹീലിയം ലെയർ ഉണ്ട്. ഏറ്റവും മുകളിൽ അന്തരീക്ഷവും. ഈ 2 ലെയേഴ്സും യുറാനസിന് സമാനമാണ്. മറ്റൊരു കാര്യമെന്നത് അവസാനത്തെ 4 ഗ്രഹങ്ങളിലും അവയുടെ ഒരുപാട് ആഴങ്ങളിൽ ഏകദേശം മധ്യഭാഗത്തിനോട് ചേർന്ന് നിരന്തരമായിട്ട് വജ്രമഴ പെയ്യുന്നുണ്ടായിരിക്കും. എങ്ങനെയെന്നാൽ ഈ ഗ്രഹങ്ങളിലെ അതിശയകരമായ സമ്മർദ്ദവും താപനിലയും കാരണം അവയിലുള്ള മീഥേൻ കണികകൾ തകരുകയും അത് കാർബൺ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഈ കാർബൺ സമ്മർദ്ദം കാരണം ഞെരിഞ്ഞമരുകയും ഡയമണ്ടായി മാറുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാ, നാളെ തന്നെ നെപ്റ്റ്യൂണിലോട്ട് വെച്ച് പിടിക്കുമല്ലേ? വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.